BJPയുടെ കൂടെ നിന്നാലും പണി കിട്ടും, കൂടെ നിന്നില്ലെങ്കിലും പണി കിട്ടും. ഐക്യ ജനതാദളിന് നേരിട്ട് അനുഭവമുണ്ട്. മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെയ്ക്കും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏകനാഥ് ഷിൻഡെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇത്രയധികം വിഡ്ഢിവേഷം കെട്ടേണ്ടി വന്നത് എന്നുള്ളത് അദ്ദേഹത്തിനെ അമ്പരപ്പിക്കുകയാണ്. കേവലം മുഖ്യമന്ത്രി പദവി 2 കൊല്ലത്തേക്ക് കൊടുക്കാം എന്നല്ല BJP പറഞ്ഞത്. BJPയുടെ മന്ത്രിസഭയിൽ മുഖ്യനായി ഇരിക്കാം എന്ന് വിചാരിച്ച് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടന്ന ഉദ്ധവ് താക്കറെയാണ് പിന്നിൽ നിന്ന് കുത്തി ഒരു ഉളുപ്പുമില്ലാതെ ഈ മാന്യൻ BJPയുമായി സഖ്യം ചേർന്നത്. എന്നിട്ടോ ഇപ്പോ ഫലം, ഏകനാഥ് ഷിൻഡെയുടെ വില എന്നത് ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനേക്കാൾ താഴെയാണ്. അജിത് പവാറിനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളുമെല്ലാം കൊടുത്തിരിക്കുന്നത്. ഏകനാഥ് ഷിൻഡെയ്ക്ക് അറിയാം ഇന്ത്യ മുന്നണിയിലേക്ക് പോയാൽ വിലയുണ്ട് എന്നുള്ളത്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒത്തൊരുമിച്ച് കഴിഞ്ഞിരിക്കുന്നു. താക്കറെ കുടുംബം ഒരുമിച്ച് നിന്നാൽ ശിവസേനയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കൃത്യമായി അറിവുള്ള ആൾ തന്നെയാണ് ഏകനാഥ് ഷിൻഡെ. താൽക്കാലികമായി ശിവസേനയ്ക്ക് കൈവന്ന സീറ്റുകളെല്ലാം കൃത്രിമത്തിലൂടെ കിട്ടിയതാണ് എന്ന് ഏകനാഥ് ഷിൻഡെയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കുകയും വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി നടത്തുന്ന തിരിമറികൾ ഓരോന്നും നേരിട്ട് കണ്ടനുഭവിച്ച ആളാണ് ഏകനാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയിലെ വൻ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആൾ. അതിന്റെ പേരിലാണ് 57 സീറ്റുകൾ പാരിതോഷികമായി കിട്ടിയത്. BJPക്കാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 കിട്ടിയത് 9 സീറ്റാണ്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലേക്ക് വന്നപ്പോൾ എവിടെ നിന്നില്ലാതെ 132 സീറ്റുകൾ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചതുപോലെ കിട്ടിയത്. BJP നേതാക്കൾ അമ്പരന്നുപോയി. ഒരിക്കലും ജയിക്കില്ല എന്ന് വിധി എഴുതിയ മണ്ഡലങ്ങളിൽ പോലും BJP അഭൂതപൂർവമായ മുന്നേറ്റം നടത്തി. ഫഡ്നാവിസിന്റെ വിജയം എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് BJP ഇതര പാർട്ടികൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഷിൻഡെയ്ക്കും അജിത് പവാറിനും ശരത് പവാറിനും എല്ലാം സത്യാവസ്ഥ എന്തെന്ന് നന്നായി അറിയാം. നാനാ പട്ടോളെ പറഞ്ഞതുപോലെ വൻ രീതിയിൽ ചതി നടത്തി അതിന്റെ ആഘോഷ തിമർപ്പിൽ എന്തെന്നില്ലാത്ത സന്തോഷം സഖ്യകക്ഷികൾക്കുണ്ടാവേണ്ടതാണ്. എന്നാൽ ഷിൻഡെയ്ക്ക് കരയണമോ ചിരിക്കണമോ എന്ന് കൃത്യമായി അറിയില്ല. ഷിൻഡെയ്ക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കച്ചകെട്ടിയാൽ ഇപ്പോൾ പടുകുഴിയിലാണ്. അന്തസ്സായി പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാമെന്ന് വരെ ഉദ്ധവ് താക്കറെ വാഗ്ദാനം ചെയ്തു. സമ്മതിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഷിൻഡെയ്ക്ക് വലുതെന്തോ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആദിത്യ താക്കറെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്.